ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളോട് ആൻസർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മളോട് കാണുന്നത് എന്താ വെച്ചാൽ ഒരു ട്രയാങ്കിൾ ആണ്. കണ്ടോ, ഒരു എ ബി സെൻറ്റർ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. അതിൽ എ ബി ഈസ് ഈക്വൽ ടു എ സി. അപ്പം എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം, എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും, എ ബിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിളും പിന്നെയോ എ സിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി 55 ഡിഗ്രി ആണെങ്കിൽ സി എത്ര ഡിഗ്രി ആയിരിക്കും? അപ്പം ആംഗിൾ എത്രയായിരിക്കും? ഒരു ട്രയാങ്കിളിൻ്റെ ആകെ ടോട്ടൽ ആംഗിൾ 180 ആണ്. ഇവിടെ 55 ആണ്, ഇവിടെ 55. 180 മൈനസ് 50 പ്ലസ് 55 പ്ലസ് 55 ഈസ് ഈക്വൽ ടു 180 മൈനസ് 110 ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. പോവാം. അടുത്ത ചോദ്യം, an inner angle of a regular polygon is 135 ഡിഗ്രി. A question, what is the measure of an outer angle? ഒരു ഇന്നർ ഡിഗ്രി അളവ് എന്തായിരിക്കും? ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും സം എത്രയാണ്? 180. അപ്പോൾ 180 മൈനസ് 135 ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? എത്ര സൈഡുകളാണുള്ളത്? അപ്പോൾ ഒരു ഔട്ടർ ആംഗിള് ഒരു പിന്നെ ഇന്നർ ആംഗിൾ 135 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ നമ്മൾ പറഞ്ഞ പോലെ 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര സൈഡ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ എത്ര ഡിഗ്രി അളവാണുള്ളത്? 360 അല്ലേ? ഒരു ഔട്ടർ ആംഗിൾ എത്രയാ? 45 അല്ലേ? അപ്പം 360 ഡിവൈഡഡ് ബൈ 45 ഈസ് ഈക്വൽ ടു എത്രയാണ്? നോക്കൂ, 360 ഡിവൈഡഡ് ബൈ 45 ഈസ് ഈക്വൽ ടു 8 സൈഡ്, 8 വശങ്ങളാണ് ഉള്ളത്. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അങ്ങനെയാണെങ്കിൽ യൂസിങ് ദ എബവ് കൺസെപ്റ്റ്, ഇതേ ആശയം വെച്ചിട്ട് 101 സ്ക്വയർ 101ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതേ നോക്കൂ, 101 സ്ക്വയർ ഇസ് ഈക്വൽ ടു ആ ഈക്വേഷൻ എഴുതാം. കണ്ട ഈ ഈക്വേഷനിലേക്ക്. അപ്പോൾ ഇവിടെ 101 എങ്ങനെ എഴുതാം? 100 പ്ലസ് 1 ഹോൾ സ്ക്വയർ, 100xും 1 വൈയും. അപ്പോൾ 100 സ്ക്വയർ പ്ലസ്, കണ്ട ഈ ഒരു രീതിയിലേക്ക് അതിന് മാറ്റി, 100 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. അപ്പോൾ 100 ഇൻറ്റു 1. അപ്പോൾ 100ൻ്റെ സ്ക്വയർ എത്രയാ? 10,000, 10,000. 1ൻ്റെ സ്ക്വയർ 1, 2 ഇൻറ്റു 100 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 200. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 10,201, 10,201. ഓക്കെ, ദെൻ ഇനി നമ്മൾ നാലാമത്തെ കണക്കിലേക്ക് പോവുകയാണ്. നാലാമത്തെ കണക്ക്, ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 4:3. ഒരു ക്ലാസ്സിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണത്തിൻ്റെ റേഷ്യോ 4:3 ആണ്. അങ്ങനെയാണെങ്കിൽ 4:5 അല്ല, സോറി, 4:3. ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 21, ഗേൾസിൻ്റെ എണ്ണം 21 ആണെങ്കിൽ ദെൻ എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ്? എങ്കിൽ ബോയ്സിൻ്റെ എണ്ണം എത്ര? ബി ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ആ ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ എത്രയാണെന്ന്. അപ്പം നമുക്ക് ഇത് ഇങ്ങനെയാണ് നമ്മളതിന് ചെയ്യേണ്ടത് കേട്ടോ. ബോയ്സ് ഗേൾസ് ബോയ്സ് ഗേൾസ് എന്ന് വെച്ചിരിക്കുക. അപ്പോൾ റേഷ്യോ അത് എഴുതാം, 4:3. തന്ന അതേ ഓർഡറിൽ വേണം എഴുതാൻ കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ ബോയ്സ് നമുക്കറിയില്ല, എക്സ് കൊടുത്തു. ഗേൾസ് നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് 21. അപ്പോൾ 4:3 എക്സ്, 21. അപ്പോൾ എന്ത് എഴുതണം? 4/3 ഈസ് ഈക്വൽ ടു എക്സ് ബൈ 21. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 4 ഇൻറ്റു 21 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ്, 3x. അപ്പോൾ 21 ഇൻറ്റു 4 84. 84 ഈസ് ഈക്വൽ ടു 3x. എക്സിൻ്റെ വില കണ്ടുപിടിക്കാനായിട്ട് 84 ഇവിടെ ഇൻറ്റു ഇല്ലേ 3, അപ്പോൾ അത് ഡിവൈഡഡ് ആവും. 84/3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 28. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വില നമുക്ക് കിട്ടുന്നത് 28.
എക്സ് എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ ബോയ്സിൻ്റെ എണ്ണം. അപ്പോൾ ബോയ്സ്, അപ്പോൾ അത് കിട്ടിയില്ലേ ബോയ്സിൻ്റെ എണ്ണം 28. ഇനി ടോട്ടൽ നമ്പർ 28 + 21 = 49. ദെൻ ഓക്കെ, നമ്മൾ 5th പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവാണ്. 5th പ്രോബ്ലം നമുക്ക് എങ്ങനെ ചോദ്യം എന്താണ് നോക്കാം. ഇൻ ദ റോംബസ് ABCD തന്നിട്ട് റോംബസ് തന്നിട്ടുണ്ട്. കണ്ടോ റോംബസ്. ഇതിൽ AC = 8 സെൻറ്റിമീറ്റർ, BD = 6 സെൻറ്റിമീറ്റർ. അപ്പോൾ AC എന്ന് പറയുന്നത് റോംബസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അതായത് അവരുടെ ഡയഗണലുകൾ ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ AC 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 4 4. ഓക്കെ, ദെൻ പിന്നെ 4. ദെൻ BD = എത്രയാ പറഞ്ഞത്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ബൈസെക്ടർ ഈച്ച് അതർ ആണല്ലോ ഡയഗണൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്കിവിടെ ചോദ്യം നോക്കാം. ആംഗിൾ AOD എത്രയായിരിക്കും? നമുക്കറിയാം പിന്നെ ബൈസെക്ട് ഈച്ച് അതർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും 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 ഉള്ള ആംഗിൾസ് എത്ര ഡിഗ്രി വീതമായിരിക്കും? 90 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ AOD എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്? 90 ഡിഗ്രി. ഇനി ആംഗിൾ AD എന്ന് പറയുമ്പോഴത്തേ കണ്ട ഇതാണ്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയില്ലേ, ഇത് 90 ആയതുകൊണ്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ AO എന്ന് പറയുന്നത് ബേസ് ആണ് 4, പിന്നെ OD എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡാണ് 3. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പട്ടനസ്. അപ്പോൾ ഹൈപ്പട്ടനസ് കണ്ടുപിടിക്കാനായിട്ട് √(base² + altitude²) അല്ലെങ്കിൽ √(altitude² + base²). അത് മാറ്റി എഴുതിയാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കണ്ടുപിടിക്കുകയാണ്. ഇത് കണ്ട 4² √(4² + 3²). അപ്പോൾ എത്രയാ? 16 + 9 16 + 9 = √25 = 25 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ നമ്മൾ 6ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. 6ാമത്തെ പ്രോബ്ലം, ബാബു ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് വിച്ച് pay 6% ഇൻട്രസ്റ്റ് compounded annually. അപ്പോൾ ക്വസ്റ്റ്യൻ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാട്ട് എമൗണ്ട് വിൽ ഹി ഗെറ്റ് ആഫ്റ്റർ 2 years. അപ്പോൾ ബാബു 20,000 രൂപയാണ് നമ്മുടെ ബാങ്കിൽ 6% പലിശയിൽ കൂട്ടുപലിശ പ്രകാരം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വാട്ട് എമൗണ്ട് വിൽ ഹി ഗെറ്റ് ആഫ്റ്റർ 2 years, 2 വർഷം കഴിഞ്ഞ് അവന് എത്ര കാശ് കിട്ടും? ഹൗ മച്ച് ഇൻട്രസ്റ്റ് വിൽ ഹി ഗെറ്റ്, എത്ര പലിശയാണ് ഇൻട്രസ്റ്റ് ആണ് അവന് കിട്ടുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേ അപ്പോൾ P കോമ്പൗണ്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ ഈക്വേഷൻ എഴുതി. P × 1 + r/100(n). P = എഴുതി, R = എഴുതി, N = അപ്പോൾ എത്രയാണ് നോക്കൂ. ഇതേ കണ്ട 20,000 × 1 + r/100(²). അപ്പോൾ ഇവിടെ നമ്മൾ 2 വർഷം ഇട്ടു. അപ്പോൾ 20,000 × ഇവിടെ എത്രയാണ് വരണേ നോക്കൂ. ഇതേ 1 × 100 100 100 + 6 106 106/100 × 106/100 = കോമൺ സീറോസ് നമ്മൾ വെട്ടിക്കളഞ്ഞു, 4 എണ്ണം വെട്ടിക്കളഞ്ഞു. അപ്പോൾ ബാക്കി 106 × 106 × 2 × ₹30 കേട്ടല്ലോ. ദെൻ ഇനി എത്ര ഇൻട്രസ്റ്റ് ആണ് കിട്ടിയെന്ന്. അപ്പോൾ ഇതല്ല അവൻ്റെ പിന്നെ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇതാണ് അവൻ്റെ എമൗണ്ട് ഇതാണ്. അപ്പോൾ ആ എമൗണ്ട് ഇപ്പോഴത്തെ എമൗണ്ട് ഏതാ? ഇതല്ല. ഈ എമൗണ്ടിൽ നിന്നും ആദ്യത്തെ എമൗണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 2,472. 2,472 രൂപയാണ് അവന് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 2 meter more than 3 times its breadth. The perimeter is 44 meter. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നേരത്തെ മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, പെരിമീറ്റർ എത്രയാണോ, റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണോ അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കിട്ടും.
അപ്പോൾ എത്രയാണ് ഇവിടെ 44/2 ഈസ് ഈക്വൽ ടു 22. അപ്പോൾ ഇത് കണ്ട ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 22. ഇനി ലെങ്ത് എത്രയാണ് ബ്രെഡ്ത്ത് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 2 മീറ്റർ മോർ ദാൻ 3 ടൈംസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തിൻ്റെ 3 ടൈംസിൻ്റെ 2 മോർ ദാൻ ആണ് ലെങ്ത് എന്ന്. അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് എന്ത് ചെയ്യണം? എക്സ് എന്ന് എടുക്കുക. അതെ, ബി സമം എക്സ്. അപ്പോൾ എൽ സമം ബ്രെഡ്ത്തിൻ്റെ 3 ടൈംസ് +2. അപ്പോൾ 3x + 2. ദെൻ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 22 അല്ലേ? അപ്പോൾ x + 3x + 2 = 22. അപ്പോൾ 3xും xും 4x + 2 = 22. അപ്പോൾ 4x = 22. ഇവിടെ ഉണ്ടാകും. ഈ +2 അങ്ങോട്ട് പോരുമ്പോൾ -2 ആവും. 4x = 20. x = 20 ഡിവൈഡഡ് ബൈ 4 = 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, അത് ബ്രെഡ്ത്ത് = എന്താണ് നമുക്ക് കിട്ടിയത്? എത്ര കിട്ടിയത്? 5. അപ്പോൾ ബ്രെഡ്ത്ത് = 5. അപ്പോൾ L = 3 × 5 + 2 = 15 + 2 = 17. ഓക്കെ. ദെൻ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. കണ്ട, എന്താണ് ആ ഫിഗർ? 8ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്ന ഫിഗർ O ഈസ് ദ സെൻറ്റർ. O എന്ന് പറയുന്നത് സെൻറ്ററാണ്. പിന്നെ AB ഡയാമീറ്റർ ആണ്. C ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. അപ്പോൾ ഒരു നിയമം നമ്മൾ ഇവിടെ ഓർത്തിരിക്കണം. ഈ ഡയാമീറ്റർ നമ്മുടെ സർക്കിളിൽ ചെന്ന് മുട്ടിയാൽ അവിടെ 90 ഡിഗ്രിയാണ് വരാട്ടോ. ഈ ഡയാമീറ്റർ ഈ സർക്കിളിൽ ചെന്നിട്ട് സർക്കിളിൻ്റെ ഏതൊരു ഭാഗത്തും ഡയാമീറ്ററിൻ്റെ 2 എൻഡ് പോയിന്റ് ചെന്ന് മുട്ടിയാൽ 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOC? ആംഗിൾ AOCയുടെ ഇത്. അപ്പോൾ നമുക്കിവിടെ പറയുന്ന ഒരു കാര്യം നോക്കാം കേട്ടോ. OC കണ്ട, OC ഈസ് ഈക്വൽ ടു OB. കണ്ട, അതെന്താ കാരണം? റേഡിയസ് ആണ്. അപ്പോൾ ആംഗിൾ OCBയും പിന്നെ ആംഗിൾ OBCയും, ഈ 2 ആംഗിളും ഇതും ഈ 2 ആംഗിൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 120 ആണ്. അപ്പോൾ ഇത് എത്ര വീതമായിരിക്കും? 30. അപ്പോഴല്ലേ 180 ആവുക. അപ്പോൾ അതേ കണ്ട, ആംഗിൾ ACB, ആംഗിൾ OBC = 30 ഡിഗ്രി, ആംഗിൾ ACB = 90 ഡിഗ്രി. കണ്ട, ഇവിടെ ഈ ACB ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ACO എന്ന് പറയുന്നത് ACO ഇത് എത്ര ഇരിക്കും? ഇവിടെ ആകെ 90 അല്ലേ? ഇവിടെ എത്രയാ? 30. അപ്പോൾ ഇത് മാത്രം 90 - 30 = 60 ഡിഗ്രി. ആംഗിൾ AC 60 ഡിഗ്രി. ഇതാണ് B ക്വസ്റ്റ്യൻ്റെ ചോദ്യം. ഇനി C ക്വസ്റ്റ്യൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് റേഡിയസ്. ഓക്കെ, ഇവിടുന്ന് ഇത് 60 ഡിഗ്രി ആണല്ലോ. ഇവിടെ ഇപ്പം നമുക്ക് 60 ഡിഗ്രി കിട്ടി. ഇവിടെയും നമുക്കത് ഇതിങ്ങനെ ഫുള്ള് 180 ആണ്. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെയും 60 ഡിഗ്രി വരും. അപ്പോൾ ഇതും 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെ വരും? 60 ഡിഗ്രി തന്നെ വരും. അങ്ങനെയാകുമ്പോൾ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണെങ്കിൽ, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ ആണെങ്കിൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്നല്ലേ? അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇതും 5 ആയിരിക്കും, ഇതും 5 ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ റേഡിയസ് അല്ലേ? 5 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഓക്കെ. തന്നെ നമ്മൾ 9ാമത്തെ കണക്കിലേക്ക് പോവാണ്. 9ാമത്തെ കണക്ക് പ്രകാരം A + B × A - B = A² - B². അങ്ങനെയാണെങ്കിൽ A + 2 × A - 2 എന്തായിരിക്കും? A² - 2². എയുടെ സ്ഥാനത്ത് A, ബിയുടെ സ്ഥാനത്ത് 2. A² - 2² = A² - 4. ഇത് കണ്ട, A² - 4. ഇത് കണ്ട ചെയ്ത് വെച്ചിരിക്കുന്നത്. then ഇനി നമ്മൾ അതേപോലെ തന്നെ അതിൻ്റെ ഒരു B ക്വസ്റ്റ്യൻ പറയുന്നത്, കാൽക്കുലേറ്റ് 5.6² - 4.4². എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ ഫോർമുല തന്നെ, ഈ A² നമ്മൾ പഠിച്ചിരിക്കുന്നത് A വെച്ചിട്ടല്ല, നമ്മൾ പഠിച്ചിരിക്കുന്നത് X² - Y² എന്നാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ
എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആ രീതിയിലേക്ക് നമ്മൾ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 ഇൻറ്റു ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.2 ആണ്. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 120 ഒരു പോയിൻ്റ് ഒരു സ്ഥാനം നീക്കി കുത്തിട്ടു. അപ്പോൾ 12 കണ്ട. ദെൻ അടുത്തത് നമ്മൾ 11ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. 11ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ദ ലൈൻ എ ബി ഇസ് ഡിവൈഡഡ് ഇൻ ടു 7 ഈക്വൽ പാർട്സ്. ഈ ഒരു വരയെ 7 ഈക്വൽ പാർട്സ് ആക്കി വെച്ചിരിക്കുന്നു. ഫസ്റ്റ് 4 പാർട്സ് ടുഗദർ ഈസ് എ പി. ഫസ്റ്റ് 4 പാർട്സിനെ ഒരുമിച്ച് എ പിയിൽ പെടുത്തിയിരിക്കുന്നു. അപ്പോൾ വാട്ട് പോർഷൻ ഓഫ് എ പി ഈസ് എ പി. അങ്ങനെയാണെങ്കിൽ ഈ എ പി എന്ന് പറയുന്നത് എ ബിയുടെ എത്ര ഭാഗമാണ്? അപ്പോൾ അതാണ് ഞാനിത് ഇവിടെ കറക്റ്റായിട്ടൊരു വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ നോക്കി, അതെ 1 2 3 4 5 6 7 ഭാഗങ്ങളാക്കി. അപ്പോൾ എ പിയിൽ എത്ര എണ്ണം പെട്ടിട്ടുണ്ട്? 1 2 3 4. അപ്പോൾ ടോട്ടൽ 7 പോർഷനല്ലേ ഉള്ളത്, 7 ഭാഗങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ 4/7 കണ്ട. 1 2 3 4 4/7. അപ്പോൾ എ പിയുടെ ഭാഗം കിട്ടി. അപ്പോൾ എ പി എന്ന് പറയുന്നത് എത്ര ഭാഗമാണ്? 7ൽ 4 എണ്ണം എ പിയിൽ പെട്ടു. ദെൻ വാട്ട് പോർഷൻ ഓഫ് എ ബി ഇസ് പി ബി. ഇനി പി ബിയിലേക്ക് നോക്കാം. പി ബിയിലേക്ക് നോക്കിയേ 1 2 3 എത്ര ഭാഗം പെട്ടു? 3 ഭാഗം. അപ്പോൾ 3 ടോട്ടൽ എത്രയാ? 7. 3/7. ദെൻ വാട്ട് മൾട്ടിപ്പിൾ ഓഫ് പി ബി ഈസ് എ പി കേട്ടോ. ദെൻ അപ്പോൾ അത് പറയുമ്പോൾ ഇനി നമ്മൾ 12ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. 12ാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നിത്യ ഡെപ്പോസിറ്റഡ് 40,000 rupees 40,000 രൂപ ഒരു ബാങ്കിലിട്ടു. വിച്ച് പേ ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അർദ്ധവാർഷികമായിട്ടാണ് അതിൻ്റെ പലിശ കണക്കാക്കുന്നത്. ദി ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. കണ്ട 10% ആണ്. ആഫ്റ്റർ 1 year ഒരു വർഷത്തിന് ശേഷം അവൾ 15,000 15,000 രൂപ അവൾ തിരിച്ചെടുത്തു. അപ്പോൾ എ ക്വസ്റ്റ്യൻ ഹൗ മച്ച് വുഡ് ഷീ ഹാവ് ഇൻ ഹെർ അക്കൗണ്ട് ആഫ്റ്റർ വിഡ്രോവിങ് 15,000 rupees. 15,000 രൂപ തിരിച്ചെടുത്തതിന് ശേഷം അവളുടെ അക്കൗണ്ടിൽ എത്ര കാശുണ്ടായിരിക്കും? പിന്നെ ബി ക്വസ്റ്റ്യൻ ഹൗ മച്ച് എമൗണ്ട് വുഡ് ഷീ ഹാവ് ഇൻ ഹെർ അക്കൗണ്ട് എഗെയിൻ ആഫ്റ്റർ 6 months. അതിനുശേഷം വീണ്ടും അവളത് ആ ബാക്കിയുള്ള കാശ് ഒരു 6 monthsലേക്ക് കൂടി ഇടുകയാണെങ്കിൽ അവൾക്ക് എത്ര പിന്നെ എമൗണ്ടാണ് ലഭിക്കുക? ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് അറിയാം ഇതിവിടെ ഹാഫ് ഇയർലി ആണ്. അപ്പോൾ നമ്മൾ ഹാഫ് ഇയർലിക്ക് എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? 6ന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു വർഷത്തിൽ 2 ഹാഫ് അല്ലേ ഉള്ളത്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5%. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 2 എണ്ണം. അപ്പോൾ 1 × 2 2. അപ്പോൾ ഇത് ഇവിടെ ചെയ്തു 40,000 ഇൻറ്റു 1 + 500 ഓൾ റേസ്ഡ് സ്ക്വയർ. അപ്പോൾ നോക്കി 1 × 100 100 + 5 105 ഇൻറ്റു അങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ കോമൺ 0 4 എണ്ണം 4 എണ്ണം വെട്ടിപ്പോയി. ബാക്കി 4 × 105 × 105 എല്ലാം കൂടി ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരമാണ് 44,100 44,100 രൂപ. അപ്പോൾ ഇവൻ നമ്മുടെ ആളുടെ പേരെന്താണ്? നിത്യയാണ്. അവനല്ല അവളാണ്. അപ്പം നിത്യ 44,100 ഇപ്പോൾ അവളുടെ ബാങ്കിലുണ്ട്. അല്ല സോറി, അവൾക്ക് പിന്നെ അവൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ ഈ 15,000 രൂപ അവൾ അതിന് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ അവൾക്ക് അപ്പം മൈനസ് ചെയ്യണം. മൈനസ് ചെയ്ത് കുറയ്ക്കുമ്പോൾ 29,100 രൂപയാണ് വരിക. ഓക്കെ. ദെൻ ബി ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മച്ച് എമൗണ്ട് വുഡ് ഷീ ഹാവ് ഹെർ അക്കൗണ്ട് അഗൈൻ ആഫ്റ്റർ 6 months. 6 മാസത്തേക്ക് കൂടി അവൾ ഈ രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് എത്ര കിട്ടുന്നു? അപ്പം നമുക്കറിയാം 6 മാസത്തിൽ ഹാഫ് ഇയർലി ആകുമ്പോൾ 6 മാസത്തിൽ എത്രയായിരിക്കും? 1. മറ്റേത് 5% തന്നെ വരെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ 29,100 ഇൻറ്റു 105/100 ചെയ്തു. അപ്പോൾ എത്ര രൂപയാണ് അവൾക്ക് കിട്ടിയത്? 30,555 30,555 രൂപയാണ് 6 മാസത്തേക്ക് കൂടി ഈ രൂപ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അവൾക്ക് കിട്ടിയ പലിശ. ഓക്കെ.